തോൽക്കാൻ ഞാൻ തയ്യാറാണ്, ജയിക്കാനായി. ഭയമുള്ളത് ഞാൻ ചെയ്യൂ. മരണം എനിക്ക് പുല്ലാണ്. ഇത് ഞങ്ങളുടെ ഗുരുവായ ശ്രീ റഹ്മാൻ സാർ ഞങ്ങളെ പഠിപ്പിച്ചു തന്ന മഹത്തായ വചനങ്ങളാണ്. അതായത് നമ്മൾ മനുഷ്യർ, നമ്മുടെ ഉള്ളിലെ കഴിവുകൾ, നമ്മുടെ ബ്രെയിനിൻ്റെ വെറും 1% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത്രമാത്രം ശക്തിയുണ്ട് നമ്മുടെ ബ്രെയിന്, അത്രമാത്രം കഴിവുള്ളവരാണ് നമ്മൾ ഓരോ വ്യക്തികളും. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും, പ്രസംഗിക്കാനുള്ള ഭയമാണ് ഏറ്റവും വലിയ ഭയം എന്നാണ് പറയുന്നത്. രണ്ടാമത് പാമ്പിനെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഏറ്റവും ആ പ്രസംഗിക്കാനുള്ള ഭയമാണല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് പാടാനുള്ള ഭയമാണല്ലോ, നമ്മൾ സ്റ്റേജിൽ വരാനുള്ള ഭയമാണല്ലോ, നമ്മളൊരു ഗ്രൂപ്പിലിരുന്ന് എണീറ്റ് നിന്ന് സംസാരിക്കാനുള്ള ഭയമാണ്. എല്ലാം നമ്മളെ ആദ്യം വിലക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ജാള്യതയാണ്, ഷെയിം അല്ലേ. അപ്പോൾ തോൽക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പിന്നെ എന്തിനാണ് വിളിക്കാനുള്ളത്? ഭയമുള്ളതേ ഞാൻ ചെയ്യൂ. ഇപ്പോൾ നമുക്കൊരു കാര്യത്തെ ഭയമുണ്ടെങ്കിൽ അതേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ കൂടുതൽ വലിയ കാര്യമുണ്ട്. മരണം എനിക്ക് പുല്ലാണ്. മരണം മരണം മരണത്തെ പോലും പുല്ല് പോലെ വിലയിരിക്കുന്നത്. മരണം ജനിച്ചു കഴിഞ്ഞാലുള്ള ഏക സത്യം എന്ന് പറയുന്നത് മരണം എന്നുള്ള സത്യമാണ്. ബാക്കി ജീവിതത്തിന് ആ ഇടയ്ക്കുള്ള ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ജീവിതം എന്ന് പറയുന്നത് അനിശ്ചിതത്വം നിറഞ്ഞാണ്, എന്ത് സംഭവിക്കാമെന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന ആ ജീവിതം അതിലോട്ട് നമ്മൾ എത്തിച്ചേരും എന്നുള്ള ഉറപ്പാണ്. അതാണ് നമ്മൾ കൂടുതൽ ഈ പോസിറ്റീവ് തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ചെയ്യുന്നത് അല്ലേ. നമ്മളെന്താണോ, നമ്മൾ പലപ്പോഴും ചിന്തിച്ചറിയാം, നമ്മൾ എത്രയെത്ര കടമ്പുകൾ, എത്രയെത്ര പരാജയങ്ങൾ, എത്രയെത്ര ഭീതികൾ, എത്രയെത്ര ഭയങ്ങളെ കീഴടക്കിയാണ് നമ്മൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. നമ്മൾ ചെറുപ്പകാലത്തിലോ സ്കൂളിൽ പോകുമ്പോൾ പരീക്ഷയുണ്ട്, പരീക്ഷയ്ക്ക് പാസ്സാണോ, അയ്യോ ഇന്ന് ക്ലാസ് ടീച്ചർ എക്സാം വിടും, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തില്ല അടി കിട്ടും, എംപോസിഷൻ എഴുതേണ്ടി വരും, കോമ്പോസിഷൻ എഴുതണം, ഇത് വെക്കണം, അതുപോലെ ഈ എൻ്റെ വാക്ക് തെറ്റിപ്പോയി ഇനി എന്ത് ചെയ്യും. അപ്പം അങ്ങനെ ഒത്തിരി ഭയങ്ങളെ മറികടന്ന് പിന്നെ SLC പരീക്ഷയായി. അതിന് നല്ല മാർക്കുണ്ടെങ്കിലാണ് അടുത്ത ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുള്ളൂ. പിന്നെ പഠിച്ച കോളേജുകൾ, ഡിഗ്രികൾ എല്ലാം ഭയത്തോട് ചെയ്ത് അതിനെല്ലാം കീഴടക്കി നമ്മൾ വരുമ്പോൾ ആ വലിയ ഭയങ്ങളാണ് അന്ന് കണ്ടതെല്ലാം വെറും തൃണം പുൽഗ്രാസ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ മുന്നിലൊരു ഭയം ഉണ്ടെങ്കിൽ ആ ഭയം എന്ന് പറയുന്നത് നാളെ നമ്മളതിനെ കീഴടക്കി നമ്മുടെ ആ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു എന്താ പറയുക, വളർത്തുന്ന നായയെ പോലെ ആക്കിയെടുക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഭയപ്പെടരുത്, ഇതിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക് സാധിക്കുന്നതാണ്. മനുഷ്യന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അസാധ്യമെന്ന് പറയുന്നത് മറ്റുള്ളവർ ചെയ്ത് കാണിക്കുന്നത് വരെയുള്ളതാണ് നെൽസൺ മണ്ടേല പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തും ചെയ്ത് കാണിക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ഹൈ ടു ഓൾ, ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ.